ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഒരാൾക്ക് എങ്ങനെ ഒരു പ്രോഫിറ്റബിൾ ട്രേഡറായി മാറാം. അതുപോലെ പല ആളുകൾക്കും പ്രോഫിറ്റബിൾ ട്രേഡറായി മാറാനുള്ള ആഗ്രഹമുള്ള ആളുകൾക്കെല്ലാം ഈ ഒരു വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് കാലം ട്രേഡ് ചെയ്ത് കുറേ കാര്യങ്ങൾ അറിയാം, കുറേ സ്ട്രാറ്റജികളോ അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസോ ഒക്കെ കുറച്ച് അറിയുന്ന ആളുകൾക്ക് പോലും സ്ഥിരമായിട്ടൊരു പ്രോഫിറ്റിൽ മാസം എത്താൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ശരിക്കും വീഡിയോ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം നമ്മുടെ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻസ് എടുത്ത പ്രോഫിറ്റ് ഇതുണ്ടോ നിങ്ങൾക്ക് കാണാം. ഈ ഒരു ഡീറ്റെയിൽസ് നമ്മൾ കാണിക്കുന്നുണ്ട്. അവർ എടുത്ത പ്രോഫിറ്റ് എത്രയാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് എത്രയാണ്, അതുപോലെ അവരെടുത്ത ഏതൊക്കെ ട്രേഡുകളാണ് എന്ന് കൂടി നമ്മൾ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഓക്കെ, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എന്താ വെച്ചാൽ, നമ്മൾ ആദ്യം ഇറങ്ങിയ സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒന്നും അറിയാത്ത ഇറങ്ങിയ സമയത്ത് കുറച്ച് ക്യാഷ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇതിനെക്കുറിച്ച് കുറച്ച് യൂട്യൂബിലെല്ലാം വീഡിയോ കണ്ട് പഠിച്ച് പിന്നീട് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയപ്പോഴും നേരത്തെ പോയതിനേക്കാളും കൂടുതലാണ് പോയത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്തായിരിക്കും ഇതിൻ്റെ റീസൺ എന്നുള്ളത്. കാരണം നമുക്ക് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. നമ്മൾ കുറച്ച് പഠിച്ചിട്ടുണ്ട്, എന്നിട്ട് പോലും നമുക്ക് പ്രോഫിറ്റിൽ മാസം എത്താൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് പലപ്പോഴും ഞാൻ സംശയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു, ഒരുപാട് കടമ്പകളൊക്കെ കടന്നിട്ടാണ് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ എന്ന ഏരിയയിലേക്ക് എത്താൻ പറ്റിയത്. അതിനെന്നെ സഹായിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ക്ലാസ്സുകളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടതിന് ശേഷം ചെയ്ത ട്രേഡുകൾ ലോസ് ആയിരുന്നല്ലോ. പിന്നീട് ഞാൻ തന്നെ ഒരു സിസ്റ്റമാറ്റിക്കായ രീതിയിൽ ട്രേഡ് ചെയ്യാൻ ആരംഭിച്ചു. അതായത് നമ്മൾ തന്നെ ഒരു ട്രേഡിങ്ങിൽ നമ്മുടെ സിസ്റ്റം രൂപീകരിച്ചെടുത്തു. നമുക്ക് എത്ര ലോസ് വരണം, എത്ര പ്രോഫിറ്റ് വരണം എന്നെല്ലാം ഞാൻ തന്നെ തീരുമാനിച്ചിട്ട് ആ ഒരു സിസ്റ്റം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ട് അതിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് മാസം പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റിയത്. അങ്ങനെ എനിക്കൊരു പ്രോഫിറ്റിൽ എത്താൻ പറ്റിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു കോഴ്സ് ആരംഭിക്കണമെന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് വരാൻ കാരണം എനിക്കൊരു പ്രോഫിറ്റായി. അപ്പോൾ ഞാൻ ഈ ചെയ്ത രീതി എല്ലാവർക്കും ഒന്ന് പഠിക്കാമെന്നുള്ള രീതിയിലാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻസ് ഓൾമോസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അവർ നന്നായിട്ട് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. അവർ ട്രേഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ലൈവ് മാർക്കറ്റിൽ അവരുടെ കൂടെ തന്നെ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് വരുന്ന സംശയങ്ങളും ഓൺ ദ സ്പോട്ടിൽ ക്ലിയർ ചെയ്തു. ഒരുമിച്ച് ഒരു മാസം ട്രേഡ് ചെയ്തു. ഇപ്പോൾ എല്ലാവരും എന്നെക്കാളും നല്ല ഒരു ഇൻഡിവിജ്വൽ ട്രേഡേഴ്സായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വരുന്ന സമയത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരുപാട് ആളുകൾ പല കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത ആളുകളായിരുന്നു. സിങ് ട്രേഡിൻ്റെയും അതുപോലെ ഓപ്ഷൻ ബൈയിങ്ങിൻ്റെയും ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെയും ഒക്കെ കോഴ്സ് അറ്റൻഡ് ചെയ്തായിരുന്നു. എന്നിട്ട് പോലും അവർക്കൊരു പ്രോഫിറ്റിൽ എത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു പല ആളുകളും കോഴ്സിൽ ജോയിൻ ചെയ്തത്. പക്ഷേ അവർക്കൊക്കെ ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്തതിനു ശേഷം അവരൊക്കെ ഉഷാറായിട്ട് നല്ല ട്രേഡേഴ്സായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം എന്താ വെച്ചാൽ, പല ആളുകളും പെയ്ഡ് കോളുകളൊക്കെ എടുക്കും. കോൾസ് ഓരോ ഗ്രൂപ്പിൽ, ടെലിഗ്രാം ഗ്രൂപ്പിൽ വരുന്ന കോൾസ്, എന്നിട്ടൊന്നും ആളുകൾക്ക് പ്രോഫിറ്റിലെത്താൻ പറ്റില്ല. അതൊന്നും നമുക്ക് ഒരു സ്ഥിരമായിട്ട് പ്രോഫിറ്റിലെത്താൻ പറ്റുന്ന ഒരു മാർഗ്ഗമല്ല. അതൊക്കെ ഒരു എളുപ്പമാർഗ്ഗമാണ്. നമ്മൾ തന്നെ സ്വയം പഠിച്ച് ചെയ്താലേ നമുക്ക് ശരിക്കും ഒരു പ്രോഫിറ്റബിളായി മാറാൻ പറ്റുള്ളൂ. പല ആളുകളും ക്യാഷ് വാങ്ങിയിട്ട് വെറുതെ പെയ്ഡ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ ഓരോ കോൾസ് കൊടുത്ത് അത് എടുത്തിട്ട് വെച്ചാൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റില്ല. അതിൽ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല. കൂടാതെ പ്രോഫിറ്റിലും പലപ്പോഴും എത്താൻ പറ്റാറില്ല. പിന്നെ സ്റ്റാർട്ടിങ് ടൈമിൽ പലർക്കും സംഭവിക്കുന്ന ഒരു മെയിൻ പ്രോബ്ലം എന്താ വെച്ചാൽ, കുറച്ച് കാലം ട്രേഡ് ചെയ്യുമ്പോൾ കുറച്ച് ലോസ് വരും. പിന്നെ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ട്രേഡാണ് നമ്മൾ ചെയ്യുക. ആ ഒരു തിരിച്ചു പിടിക്കാനുള്ള ട്രേഡിൽ ബാക്കിയുള്ള കാശ് കൂടി പോയി ഫുള്ള് സീറോ ആയി മാറുന്ന അവസ്ഥയാണ് പലർക്കും. ഓവർ ട്രേഡ് ചെയ്യും. കാരണം അവരുടെ ഇമോഷൻസിനെ, അവരുടെ മൈൻഡിനെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം തോന്നിയ പോലെയാണ് ട്രേഡ് എടുക്കുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ സിസ്റ്റമാറ്റിക്കായ രീതിയിൽ നമുക്ക് ഒരു ട്രേഡിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് എത്രയാണ് ലോസ് വരുന്നത്, നമുക്ക് എത്രയാണ് പ്രോഫിറ്റ്. നമ്മുടെ മൈൻഡിനെ അത് ബാധിക്കില്ല. കാരണം നമ്മൾ പ്രോഫിറ്റിലും ലോസിലും അല്ല നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്, നമ്മുടെ സിസ്റ്റമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് കൂളായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു രീതിയിലുള്ള ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മുടെ കോഴ്സിലേക്ക് ചേരാൻ ആഗ്രഹമുണ്ടോ, അങ്ങനെ താല്പര്യമുള്ള ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പോയ നഷ്ടം ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ഓപ്ഷൻ ബൈയിങ്ങിലോ അല്ല ഓപ്ഷൻ സെല്ലിങ്ങിലോ അല്ലെങ്കിൽ ഇൻട്രാഡേയിലോ സിങ്ങിലൊക്കെ നമുക്ക് പോയ നഷ്ടം പെട്ടെന്ന് ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ തിരിച്ച് പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ആരും കോഴ്സിൽ ഒരിക്കലും ജോയിൻ ചെയ്യാൻ പാടില്ല. നമ്മൾ ഏതൊരു ബിസിനസ് പോലെ ഇതിനെയും കാണണം. ഇതിൽ നമുക്ക് ഒരു ഡീസൻറ്റ് റിട്ടേൺസേ മാസം കിട്ടുള്ളൂ.
കാരണം ഇത് ഡീസൻറ്റ് റിട്ടേൺ എന്ന് ഏത് ബിസിനസ്സിലും അത്രയും നമുക്ക് പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഗാംബ്ലിങ്ങോ അല്ല ലോട്ടറിയോ എടുക്കണം, അങ്ങനെ നമുക്ക് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ. നമുക്ക് അതല്ല വേണ്ടത്, നമുക്ക് സ്ഥിരമായിട്ടൊരു ചെറിയ പ്രോഫിറ്റ് വേണം എന്നുള്ളൊരു സങ്കല്പത്തിൽ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു കോഴ്സ് ബെസ്റ്റാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നമ്മൾ ഈ കോഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിപ്പിക്കുന്ന മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓപ്ഷൻ സെല്ലിംഗ് ആണ് ഏറ്റവും പ്രിഫർ ചെയ്ത് പഠിപ്പിക്കുന്നത്. അതുപോലെ നമ്മുടെ ഒരു കോഴ്സിൽ ഓപ്ഷൻ ബൈയിങ്ങിനെ കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട്. ഓപ്ഷൻ ബൈയിങ്ങും സെല്ലിങ്ങും ഞാൻ ഓൾറെഡി എല്ലാ ക്ലാസ്സും എടുത്ത് പ്രിപ്പയർ ചെയ്ത് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു കോഴ്സുകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്നെ പേഴ്സണലായിട്ട് എൻ്റെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഴ്സിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇതിൻ്റെ ക്ലാസ്സിൻ്റെ രീതിയും എങ്ങനെ പഠിപ്പിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യും. നമ്പർ ഞാൻ നമ്മുടെ സ്ക്രീനിൽ കൊടുക്കാം. ഓക്കെ. പിന്നെ നമ്മുടെ ഈ ഒരു ഇതിൽ തന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ബേസിക്കിൻ്റെ ഒരു കോഴ്സും കൂടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതുവരെ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഈ ഒരു മാസം അവസാനമൊക്കെ ആകുമ്പോൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ആദ്യമായിട്ട് ട്രേഡ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക്, ആ സമയത്ത് എന്തായാലും പലർക്കും ലോസ് ആയിരിക്കും വരിക. പക്ഷേ ആദ്യമായി ട്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് എന്താണ്, ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അത്തരം ലോസുകൾ വരുത്താതെ രീതിയിൽ ട്രേഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ബേസിക്സ് എന്ന് പറഞ്ഞൊരു കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് ഈ ഒരു മാസം അവസാനത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെയും ഓപ്ഷൻ ബൈയിങ്ങിൻ്റെയും കോഴ്സുകൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും താല്പര്യമുള്ള ആളുകൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാം, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻസ് എടുത്ത ട്രേഡുകളും അവരുടെ പ്രോഫിറ്റും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ. മെയ് 10 മുതലാണ് അവരുടെ ട്രേഡ് അവർ സ്റ്റാർട്ട് ചെയ്തത്. ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്ക്രീനിൽ. മെയ് 10 മുതൽ എന്താണ്, ഫസ്റ്റ് മെയ് എൻഡ് വരെ അവരെന്താണ് ഒരു ലോട്ട് വെച്ചിട്ടാണ് ട്രേഡ്. ഓപ്ഷൻ സെല്ലിങ് സ്ട്രാഡിൽ എന്ന് പറഞ്ഞ സ്ട്രാറ്റജിയാണ് അവർ ഈ ഒരു വീക്കിൽ, ഈ ഒരു മാസം മെയ്യിൽ അപ്ലൈ ചെയ്തിരുന്നത്. ഒരു ഒറ്റ ലോട്ട് വെച്ചിട്ടായിരുന്നു അവർ ചെയ്തത്. അവരുടെ പ്രോഫിറ്റ് കാണാം 9,665 എന്ന പ്രോഫിറ്റ് അവർക്കുണ്ട്. അതായത് അതിൽ സർവീസ് ചാർജ് കഴിച്ച് 7,549 ആണ് അവരുടെ പ്രോഫിറ്റ് ആയിട്ട് വന്നത്. ഇനി നമുക്ക് എന്താണ് ജൂൺ മാസത്തിൽ അവർ ചെയ്തത്. ജൂൺ മാസമായപ്പോഴേക്കും അവരെന്താണ് ഒരു ലോട്ട് കൂട്ടി. കാരണം 1 മന്ത് നമ്മുടെ എക്സ്പീരിയൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഒരു ലോട്ടിൽ ഞാൻ ചെയ്യാൻ പറഞ്ഞിരുന്നത്. രണ്ടാമത്തെ മാസം ജൂൺ മുതൽ എന്ത് ചെയ്യാം, നമുക്കൊരു 2 ലോട്ട് വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ 2 ലോട്ട് വെച്ചിട്ടാണ് അവർ ജൂണിൽ ചെയ്തത്. ഈ ഒരു 2 ലോട്ട് ചെയ്ത ആ ഒരു ജൂണിൽ നല്ല പ്രോഫിറ്റ് അവർക്കുണ്ടായിരുന്നു. ജൂണിൽ നമുക്ക് എന്താണ് ഓൾമോസ്റ്റ് ഓൾറെഡി നമുക്ക് എന്താണ് 8 ദിവസം 6 വർക്കിംഗ് ഡേ ഉണ്ടായിരുന്നുള്ളൂ. അതിലെന്താണ് നമുക്ക് 9,852 പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഓൾമോസ്റ്റ് സർവീസ് ചാർജ് കഴിച്ച് 9,000 നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു ജൂൺ മന്തിൽ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു സിസ്റ്റമാറ്റിക്കായ രീതിയിൽ അവർ ഫോളോ ചെയ്തതുകൊണ്ടാണ്. അവരോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട്, ഈ ഒരു ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറൊരു ട്രേഡിലേക്കും ചാടാൻ പാടില്ല. ഒരു 4 ദിവസം പ്രോഫിറ്റ് ആയി കഴിഞ്ഞാലോ നമ്മളെന്താണ് നമുക്ക് പിന്നീട് ഒരു ബൈയിങ്ങോ അല്ലെങ്കിൽ വേറൊരു ഇൻട്രാഡേ സ്ട്രാറ്റജി ഒക്കെ ഫോളോ ചെയ്യാൻ തോന്നും. പക്ഷേ നമ്മൾ അതൊന്നും ചെയ്യരുത്. നമ്മൾ പഠിച്ച ഒരു സിസ്റ്റം മാത്രം ഫോളോ ചെയ്യുക, ആ ഒരു സ്ട്രാറ്റജി മാത്രം നമ്മൾ ഫോളോ ചെയ്യുക. എല്ലാ മാസങ്ങളിലും നമ്മൾ ഒരേ സ്ട്രാറ്റജി അല്ല ഉപയോഗിക്കുന്നത്. ഓരോ മാർക്കറ്റ് കണ്ടീഷൻസിൻ്റെ അനുസരിച്ചും നമ്മൾ വ്യത്യസ്ത സ്ട്രാറ്റജികളായിരിക്കും യൂസ് ചെയ്യുക. അത് മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഉറപ്പായിട്ടും സക്സസ് ഉണ്ടാകും. നമുക്ക് നോക്കാം, ഈ ഒരു മെയ് മാസത്തിലാകെ 2-3 സ്റ്റോപ്പ് ലോസേ നമുക്ക് അടിച്ചിട്ടുള്ളൂ. അതുപോലെ ജൂൺ മാസത്തിൽ ഒരു സ്റ്റോപ്പ് ലോസേ നമുക്ക് വന്നിട്ടുള്ളൂ. എല്ലാ മാസവും ഇത്തരത്തിലായിരിക്കില്ല. ചില മാസം 4-5 സ്റ്റോപ്പ് ലോസ് വരാം. പക്ഷേ അങ്ങനെ ഒരു തുടർച്ചയായി 3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം നമുക്ക് ലോസ് വന്നാൽ എന്താണ്, നമ്മൾ സ്ട്രാറ്റജി നമ്മൾ മാറ്റില്ല, നമ്മുടെ സിസ്റ്റം നമ്മൾ മാറ്റില്ല, അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്താണ് ആർക്കും സക്സസ് ആവാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക നമ്മുടെ എന്നുള്ളൊരു മനസ്സിൽ അങ്ങനെ തീരുമാനിച്ചിട്ട് വേണം നമ്മൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ട സ്ട്രാഡിൽ മാത്രമല്ല നമ്മുടെ കോഴ്സിലുള്ളത്, അതുപോലെ വേറെയും പൊസിഷണൽ ട്രേഡുകളുണ്ട്. ഒരു മാസം കൊണ്ടുപോകുന്ന ട്രേഡുകളുണ്ട്, ഒരു വീക്ക് കൊണ്ടുപോകുന്ന ട്രേഡുകളുണ്ട്. കുറേ കൂടി സേഫായ പല സ്ട്രാറ്റജികളും നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സ്ട്രാഡിൽ തന്നെ നമ്മൾ എടുക്കുമ്പോൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ പല ക്രൈറ്റീരിയകളുണ്ട്. അതെല്ലാം ശ്രദ്ധിച്ച് അതെല്ലാം ഓക്കെ ആണെങ്കിലേ നമ്മൾ ട്രേഡ് എടുക്കുകയുള്ളൂ. നമുക്കൊരു ക്രൈറ്റീരിയ ഉണ്ട്, അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടേ നമ്മുടെ ഓരോ സ്ട്രാറ്റജിയിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നമ്മുടെ കോഴ്സിൽ മെയിനായിട്ട് പഠിപ്പിക്കുന്നത്. ഓക്കെ. അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കാം. ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ഈ ഒരു കോഴ്സിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ. താങ്ക് യു. ഇനി നമുക്ക് ഒരു അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.